ഒന്നാം ലോക മഹായുദ്ധം ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോരാടുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ നാലാം ലോക മഹായുദ്ധം വടികളും കല്ലുകളും കൊണ്ടാണ് പോരാടുക. ഇത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു പ്രസിദ്ധ ഉദ്ധരണിയാണ്. മാനിസസിന് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 6 നമ്മൾ ഹിരോഷിമ ദിനം ആചരിക്കുന്നു. ഈ നിർഭാഗ്യ ദിനത്തെക്കുറിച്ച് ഏതാനും വരികൾ ഞാൻ പറയട്ടെ. 1945 ഓഗസ്റ്റ് 6 ജീവിച്ചിരിക്കുന്നവരിൽ അധികമാരും ഓർമ്മിക്കാത്ത ഒരു ദിനം, എന്നാൽ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിനം. ഈ ദിവസം ജപ്പാനിലെ ഹിരോഷിമയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ലിറ്റിൽ ബോയ് എന്ന കോഡ് നാമത്തിലുള്ള ഒരു അണുബോംബ് വർഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങാൻ വിസമ്മതിച്ച സാഹചര്യത്തിലായിരുന്നു ഈ തീരുമാനം. ആയിരങ്ങളുടെ തിരക്കേറിയ നഗരം മിനിറ്റുകൾക്കുള്ളിൽ ചാരമായി തീർന്നു. എണ്ണമറ്റ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഏകദേശം 2 ലക്ഷം പേർ ബോംബിങ്ങിലും അതിന്റെ അനന്തര ഭാഗങ്ങളായ റേഡിയേഷൻ വിഷബാധയിലും മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ആക്രമണങ്ങൾ മനുഷ്യരാശിക്കേറ്റ തീരാ കളങ്കമാണ്. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ഒരു കാരണവുമില്ലാതെ മരിച്ചുപോയ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളെയും അണുബോംബിന്റെ റേഡിയേഷൻ നിമിത്തം നരക ജീവിതം പതിറ്റാണ്ടുകളോളം അനുഭവിച്ച പിൽക്കാലത്ത് മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെയും സ്മരിക്കാം നമുക്ക് ഈ ദിനത്തിൽ. ഇനിയൊരു ഹിരോഷിമ ഉണ്ടാവില്ല, ഇനിയൊരു യുദ്ധം ഉണ്ടാവില്ല, നമുക്ക് ഈ ലോകത്തോട് ഉറക്കെ പറയാം. നന്ദി, നമസ്കാരം.